UDF-ന്റെ ആഭിമുഖ്യത്തിൽ ഗ്യാസ് ക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വൻപിച്ച പ്രതിഷേധ മാർച്ച് ചാത്തന്നൂരിൽ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കേവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. ചാത്തന്നൂരിൽ വൻപിച്ച പ്രതിഷേധ റാലി, UDF നേതാക്കന്മാർ നയിക്കുന്ന വൻപിച്ച പ്രതിഷേധ റാലി. ഗ്യാസ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൻപിച്ച പ്രതിഷേധ റാലി. ഈ പ്രതിഷേധ റാലിയെ ശ്രീലാൽ, സുഭാഷ് പുളിക്കൻ, അഡ്വക്കേറ്റ് സത്യജിത്ത്, പരോർ സജീവ്, ഷാലു തുടങ്ങിയവർ നയിക്കുന്നു. വൻപിച്ച പ്രതിഷേധ റാലി. ഗ്യാസ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF-ന്റെ ആഭിമുഖ്യത്തിൽ വൻപിച്ച ഗ്യാസ് ചുമന്നുകൊണ്ടുള്ള വൻപിച്ച പ്രതിഷേധ റാലി കടന്നു വരികയാണ്. UDF-ന്റെ കരുത്തരായ നേതാക്കന്മാർ നയിക്കുന്ന വൻപിച്ച പ്രതിഷേധ റാലി ചാത്തന്നൂർ ജംഗ്ഷനിലേക്ക് വൻപിച്ച പ്രതിഷേധ റാലി. ഗ്യാസ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF-ന്റെ നേതൃത്വത്തിൽ ചാത്തന്നൂർ ജംഗ്ഷനിൽ വൻപിച്ച പ്രതിഷേധ പ്രകടനം. ഈ പ്രതിഷേധ പ്രകടനം നയിക്കുന്നത് UDF-ന്റെ ചാത്തന്നൂരിലെ പ്രമുഖ നേതാക്കന്മാരും ഏതാനും നിമിഷക്കകം സ്ഥാനാർത്ഥിയായ സൂരജ് രവിയും എത്തിച്ചേർന്നതാണ്. പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി ബൈജു പ്ലാക്കാട്, ചാത്തന്നൂർ. എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന ചോദ്യം വിശ്വാസികളെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു. ശബരിമല സ്വർണ്ണക്കേസിൽപ്പെട്ട CPM നേതാക്കൾക്ക് സോപാധിക ജാമ്യം ലഭിക്കുവാൻ സർക്കാർ തന്നെ കൂട്ടുനിൽക്കുന്നതും നമ്മൾ കണ്ടു. വർഗീയ ശക്തികളുടെ അജണ്ടയായ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PM ശ്രീ കേരളത്തിലെ പാഠ്യ പദ്ധതിയിൽ തിരികെ കയറ്റാനുള്ള അവസരം സൃഷ്ടിച്ചത് പിണറായി സർക്കാരിൽ. കോൺഗ്രസ് തീർക്കും നേട്ടങ്ങൾ ഇനിയോരോ ഹലോ, ഗ്യാസ് ക്ഷാമത്തെക്കുറിച്ച് അനൗൺസ്മെന്റ് ചെയ്യാൻ പറ. നമ്മുടെ അടുക്കളകളെല്ലാം അടച്ചുപൂട്ടുന്നു. അതിലുപരി പൊതുജനങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ചായ കുടിക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ UDF-ന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറായ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് T. രാജേന്ദ്ര പ്രസാദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സമര പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട AICC ഒബ്സർവർ രാമയ്യാജി, മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സമരം ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടതില്ല. ചാത്തന്നൂർ നഗരത്തിൽ തന്നെ എല്ലാ ഹോട്ടലുകളും അടച്ചുപൂട്ടുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ കാലിയാക്കുന്ന ഈ നടക്കാത്ത സാഹചര്യങ്ങളിലേക്ക് പോകും. ഇതൊക്കെ കണ്ടിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങാപ്രകാരം നയം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് UDF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് UDF. വിദ്യാർത്ഥികളുടെ യുവജന അവകാശ പോരാട്ടങ്ങളുടെ സമരനിഷ്ഠതയിൽ സ്ഫുടം ചെയ്തെടുത്ത് ഭരണകൂട ഭീകരതയുടെ ഇന്ന് ജനജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുന്ന ചെറിയ കൊച്ചു ചെറുകിട കച്ചവടക്കാർ. My senior leader of the UDF to Kerala in this program. We have one thing to worry about is the BJP and the LDF in Kerala. The BJP has destroyed every state they have entered. Please do not let BJP enter Kerala. You all know the situation of the gas today. 75 to 80% of restaurants in Kerala are closed. There is no food available in houses.
Even in the parliament, there is no gas. This is the state of gas and CNG, LPG in our country today. And this is purely because of the fastest decision of Shri Narendra Modi ji in Delhi and the BJP party who we are in this region, and this shortage of gas is purely because of them. Their way of politics has destroyed many states and it will also continue to destroy Kerala when you enter it. So, my dear friends, my dear members of the party, members of the UDF, we have a last effort to put and destroy the every working of the BJP party and LDF. They are both the same. Both BJP and LDF mean the same. They do not work for the people's interest, and this we should be very, very careful about. I thank all my colleagues here today, the Congress Party and the UDF Alliance here. Thank you very much, sir.